ചക്ക സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീട്ടിലും എല്ലാ നേരവും ചക്കയുടെ ഒരു വിഭവമെങ്കിലും ഉണ്ടാവും അല്ലേ? ചക്കക്കുരുവായിട്ടും ചക്കപ്പുഴുക്കായിട്ടും ചക്ക വറുത്തതായിട്ടും പഴമായിട്ടും ഒക്കെ. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? നല്ല മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ചക്കയാണ്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. കുക്കറിൽ ഒരു 2 വിസിൽ കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിത് വെന്ത് ഉടഞ്ഞു പോകേണ്ട, അതുകൊണ്ടാണ് നമ്മളൊരു മീഡിയം സൈസിൽ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. കുരു കളഞ്ഞിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു പാനിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവോള, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചതും, പച്ചമുളകും, അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഈ സവോള ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് പാകത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു തക്കാളിയും ചേർത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മൾ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. ചക്ക ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇത് തമ്മിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതെ, നമ്മുടെ കപ്പ ബിരിയാണി പോലെ ഒരു ചക്ക ബിരിയാണിയാണ്. ഈ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് ചിക്കന് പകരം ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. മസാലയൊക്കെ സെയിം തന്നെ, ബീഫ് ഒന്ന് വേവിച്ചിട്ട് ചേർക്കണം എന്ന് മാത്രം. എന്നിട്ട് മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ചക്കയുമായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഈ ഒരു മിക്സിങ്ങിലാണ് കേട്ടോ കാര്യം. അപ്പോൾ നല്ല ചൂട് ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു.